ഇന്നത്തെ നമ്മുടെ വീഡിയോ OBD2 വെച്ചിട്ടുള്ള സ്കാനിങ്, അതായത് OBDയുടെ V311 എന്നുള്ള ഈ ഒരു മോഡൽ വെച്ചിട്ടുള്ള ഈ ഒരു കാർ ഡയഗ്നോസ്റ്റിക് ടൂൾ വെച്ചിട്ടുള്ള ഒരു സ്കാനിങ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ അൺബോക്സ് ചെയ്തതാണ്. ഇതാണ് ബോക്സ് വരുന്നത്, ഇതാണ് നമ്മുടെ സംഭവം. ഇത് നമ്മൾ ഈ ഒരു കണക്ടർ കണക്ട് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഡിസ്പ്ലേയിൽ ഇത് വർക്ക് ചെയ്യുക, ഓൺ ആവുക. അല്ലാതെ ഇതിന് ബാറ്ററി കാര്യങ്ങളൊന്നുമില്ല. നമ്മളിത് കണക്ട് ചെയ്യേണ്ട സമയത്താണ് ഇതിൽ ഡിസ്പ്ലേ വരുന്നത്, ഓൺ ആവുന്നതൊക്കെ. അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളത് നോക്കാം. അതിന് മുമ്പായിട്ട് ബോക്സിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ്. ഈ ഒരു OBD2യുടെ ഈ ഒരു ഡയഗ്നോസ്റ്റിക് ടൂള് കാണാം. അതിനുള്ള കണക്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇത്തരത്തിലുള്ള കൺട്രോൾസ് കാര്യങ്ങൾ, OBD2 എന്നുള്ള ബാഡ്ജിങ് ഇവിടെ ഉണ്ട്. V311 എന്നുള്ള ഒരു ബാഡ്ജിങ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു സ്ക്രീൻ ഗാർഡ് അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ഇത്രയും സംഭവങ്ങളാണ്. പിന്നെ നമുക്ക് അപ്പ് ചെയ്യാനും ഡൗൺ ചെയ്യാനുള്ള ബട്ടണും എൻ്ററും എക്സിറ്റും DTCയും അതുപോലെ തന്നെ ഈ ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട്. ബോക്സിലേക്ക് വന്ന ഇത്തരത്തിൽ കാർ ഡയഗ്നോസ്റ്റിക് ടൂൾ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. OBD2-V311 എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻജിൻ ചെക്ക്, റിയൽ ടൈം കർവ്, അതായത് ഗ്രാഫ്, പിന്നെ കളർ സ്ക്രീനാണ്, Type-C പോർട്ട്, എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പാക്കിൽ. ഇതുപോലെ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷനുകൾ, അതായത് റീഡ് കോഡ്സ്, എറൈസ് കോഡ്സ്, വ്യൂ ഫ്രീസ് ടൈം, പിന്നെ നമ്മളെ വെഹിക്കിൾ ഇൻഫർമേഷൻ, ഡാറ്റ സ്ട്രീം, ഒരുപാട് ഓപ്ഷനുകൾ വരുന്നുണ്ട്. മെയ്ഡ് ഇൻ ചൈന എന്നുള്ളൊരു ബ്രാൻഡിങ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ബോക്സിൽ വരുന്നത്. ജസ്റ്റ് ഓപ്പൺ ചെയ്തതുപോലെ നമ്മളെ യൂസർ മാനുവൽ കാണാം. പിന്നെ നമ്മൾ ആ ഒരു കവറിലായിട്ടാണ് നമ്മുടെ ടൂൾ വന്നിട്ടുള്ളത്. അത് നമ്മൾ ജസ്റ്റ് മാറ്റി വെച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. യൂസർ മാനുവലിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ യൂസർ മാനുവൽ വെച്ചിട്ട് ക്ലാരിഫൈ ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ യൂസർ മാനുവലിൽ ഇംഗ്ലീഷ് തന്നെയാണ് കേട്ടോ വരുന്നത്, വേറെ ചൈനീസ് അങ്ങനത്തെ ഒന്നുമില്ല. നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാം, എങ്ങനെ കണക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട്, വളരെ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ചെക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട്, ഇപ്പോൾ നമ്മൾ കാറിൽ ഓൾറെഡി ഫോൾട്ട് കോഡ് കാര്യങ്ങളൊന്നുമില്ല, അതായത് കംപ്ലയിൻസ് കാര്യങ്ങളൊന്നും ഇപ്പോൾ നമ്മൾ കാറിനില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ എറർ കോഡുകൾ കാണിക്കില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ട്, ഹുഡ് ഓപ്പൺ ചെയ്തിട്ട്, ജസ്റ്റ് നമുക്കൊരു മാനിഫോൾഡ് സെൻസർ ഊരിയിട്ടിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, സ്കാൻ ചെയ്ത് നോക്കാം. ആ ഒരു സെൻസർ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ടോ നമുക്ക് നോക്കാം. ഹുഡ് ഓപ്പൺ ചെയ്തിട്ട്, അപ്പോൾ ഹുഡ് ഓപ്പൺ ചെയ്തിട്ട് ഇതാ അതുപോലെ ഈ ഒരു സെൻസർ കാണാം, മാനിഫോൾഡ് അബ്സല്യൂട്ട് പ്രഷർ സെൻസർ. ഈ ഒരു സെൻസർ MAP സെൻസർ എന്ന് പറയും. ഇത് നമ്മൾ ജസ്റ്റ് റിമൂവ് ചെയ്യണ്ട. ഓക്കെ, ഈ ഒരു സെൻസർ നമ്മൾ റിമൂവ് ചെയ്തിട്ടു. ഇനി ജസ്റ്റ് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ ആ ഒരു കപ്ലർ നമ്മൾ റിമൂവ് ചെയ്തു. ഇനി നമ്മുടെ ഈ ഒരു ടൂൾ നമ്മളെടുത്ത്, നമ്മൾ മാരുതി സുസുക്കിയുടെ വാഹനങ്ങൾക്കൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരിക, ഡാഷ്ബോർഡിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് വരാറുള്ളത്. ഹുണ്ടായി വാഹനങ്ങൾക്കാണ് ഈ സൈഡിൽ, മറ്റുള്ള വാഹനങ്ങൾക്കാണെങ്കിലും ഡാഷ്ബോർഡിൻ്റെ സൈഡിൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക. കറക്റ്റ് എവിടെയാണ് നിങ്ങളുടെ ഡയഗ്നോസ്റ്റിക് പോർട്ട് എന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അത് നോക്കിയാൽ മതി, യൂട്യൂബിലോ ഗൂഗിളിലൊക്കെ അപ്പോൾ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കണക്ട് ചെയ്യാൻ പോവാണ്. അത് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഡിസ്പ്ലേ ഓപ്പൺ ആവുന്നത് കാണാൻ പറ്റും. ഓക്കെ, OBD2 എന്ന് കാണാം. അതുപോലെ തന്നെ അത് പറഞ്ഞിട്ട് ഡിസ്പ്ലേ ഓൺ ആയി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. OBD ഡയഗ്നോസിസ്, അതുപോലെ തന്നെ ഡാറ്റ കളക്ട് ചെയ്യാനുള്ളത്, പിന്നെ ലൈവ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി വാഹനം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഇത്തരത്തിൽ നമുക്ക് ഈ ഇത്രയും ഓപ്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് നമുക്ക് OBD ഡയഗ്നോസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എൻ്റർ ചെയ്യാം. ഓക്കെ, പ്രോസസ്സിങ് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ അതുപോലെ നമ്മുടെ റീഡിങ്സ് കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും. സ്പാർക്ക് ഇഗ്നിഷൻ ആണ്, അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് എക്സിറ്റ് അടിച്ചിട്ട് നമുക്കിവിടെ എറർ കോഡ്സ് കാര്യങ്ങൾ ഉണ്ടോയെന്ന് നോക്കാം. അപ്പോൾ റീഡ് കോഡ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് ജസ്റ്റ് എൻ്റർ ചെയ്യാം. ഓക്കെ, എൻ്റർ ചെയ്ത് ഇത്തരത്തിൽ കാണാൻ പറ്റും. പെൻഡിങ് DTC, കറണ്ട് DTC. ജസ്റ്റ് ഒന്ന് നമുക്ക് പെൻഡിങ് DTCയിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം. നോ ഫാൾട്ട് കോഡ് എന്ന് കാണിക്കുന്നുണ്ട്, ബാക്ക് അടിക്കാം. നെക്സ്റ്റ് പെൻഡിങ് DTC എന്നുള്ളൊരു ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും P01-8 എന്ന് കൊടുത്തിട്ട് മാനിഫോൾഡ് അബ്സല്യൂട്ട് പ്രഷർ സെൻസർ, അതുപോലെ തന്നെ ബാരോമെട്രിക് പ്രഷർ സർക്യൂട്ട് ഹൈ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിവിടെ റീഡിങ് കാണിക്കുന്നുണ്ട്, അതായത് ഫാൾട്ട് കോഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫാൾട്ട് ഇനി നമ്മൾ ക്ലിയർ ചെയ്യണം. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താ കംപ്ലയിൻറ്റ് എന്നുള്ളത്. നമ്മളിപ്പോൾ ഓൾറെഡി അവിടെ ഊരിയിട്ടതാണ്, ഇത് വർക്ക് ചെയ്യുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇനി ആ ഒരു കപ്ലർ നമ്മൾ കണക്ട് ചെയ്യും. ജസ്റ്റ് വാഹനം ഓഫ് ചെയ്യാം, കണക്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കണക്ട് ചെയ്തു കാണാൻ പറ്റും. ജസ്റ്റ് ഹുഡ് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഒന്നും കൂടി വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട്
ജസ്റ്റ് നമ്മൾ ആ കോഡ് എറൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, അതിനൊന്നുകൂടി സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ OBD2 എടുത്ത് ഇത്തരത്തിൽ ആ ഒരു വാണിംഗ് കാണിക്കുന്നുണ്ട്, എക്സിറ്റ് അടിച്ചിട്ട് ഇതുപോലെ ഒന്നും കൂടി ബാക്ക് വന്നാൽ ഇതുപോലെ നിങ്ങൾക്ക് എറൈസ് കോഡ്സ് എന്ന് കാണാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ക്ലിയർ അടിക്കുക, ഓക്കെ, ബാക്ക് അടിക്കുക. ഇനി നമുക്ക് റീഡ് കോഡ്സ് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ പെൻഡിങ് കോഡ്സിൽ ഏതെങ്കിലും കാണുന്നുണ്ടോ നോക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ദ വെഹിക്കിൾ ഹാസ് നോ ഫാൾട്ട് കോഡ്സ്. ഇപ്പോൾ നമ്മൾ ആ ഒരു കപ്പർ കുടിക്കിയ സമയത്ത്, ആ ഒരു MAP സെൻസർ കുടിക്കിയ സമയത്ത് നമുക്കിവിടെ ഫാൾട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഇത് ഓക്കെ ആണ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്കാൻ ചെയ്യുക. എന്തെങ്കിലും MAP സെൻസർ എന്നല്ല, നമ്മുടെ വാഹനത്തിലിപ്പോൾ നമ്മളെ എയർ ബാഗിൻ്റെ ഇത് വാണിംഗ് ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ, സീറ്റ് ബെൽറ്റിൻ്റെ കത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു OBD2 വെച്ചിട്ട് അറിയാൻ പറ്റും. ഇനി നമുക്ക് ഇതിലുള്ള അടുത്ത ഓപ്ഷൻസുകൾ നോക്കാം. അപ്പോൾ ഇതിലേക്ക് വന്നാൽ ഈ ഒരു രീതിയിൽ നമ്മൾ എക്സിറ്റ് അടിക്കുക, ഇനി എക്സിറ്റ് അടിക്കുക, ബാക്ക് കൊടുക്കുക, ഓക്കെ, ഇനിയും ബാക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ മെയിൻ മെനുവിലേക്ക് വന്നു. മെയിൻ മെനുവിൽ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ജസ്റ്റ് താഴേക്കുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ വന്നില്ലേ, സെലക്റ്റായി. ഇനി എൻ്റർ കൊടുത്താൽ ആ ഒരു ഓപ്ഷൻ സെലക്ട് ആവും. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഓക്കെ, വ്യൂ ഗ്രാഫിക് ഐറ്റംസ്, അതായത് ഗ്രാഫ് രീതിയിൽ നമുക്കിതിൻ്റെ ഏതെല്ലാം ഭാഗങ്ങൾ ഗ്രാഫ് രീതിയിൽ കാണാൻ പറ്റുമെന്നുള്ളത് നോക്കാം. കാൽക്കുലേറ്റ് ലോഡ് വാല്യൂ, എൻജിൻ കൂളൻ്റ് ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ഷോർട്ട് ടൈം ഫ്യൂവൽ ട്രിമ്മ്, ലോങ് ടൈം ഫ്യൂവൽ ട്രിമ്മ്, ഇൻടേക്ക് മാനിഫോൾഡ് അബ്സല്യൂട്ട് പ്രഷർ സെൻസർ, അതായത് ഇപ്പോൾ നമ്മൾ നോക്കിയ ആ ഒരു സെൻസർ, പിന്നെ എൻജിൻ RPM, വെഹിക്കിൾ സ്പീഡ്, ഇഗ്നീഷൻ ടൈമിംഗ് അഡ്വാൻസ്, അതുപോലെ തന്നെ ഇൻടേക്ക് എയർ ടെമ്പറേച്ചർ, അബ്സല്യൂട്ട് ത്രോട്ടിൽ പൊസിഷൻ, ഓക്സിജൻ സെൻസർ, അതുപോലെ തന്നെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ അത് ഒരു ഇതില്ലാതെ പോകും. ലാസ്റ്റായിട്ട് റിലേറ്റീവ് ത്രോട്ടിൽ പൊസിഷൻ. ഇത്രയും ഓപ്ഷനുകളാണ് നമുക്ക് ഇതിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ലോഡ് വാല്യൂ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്തിട്ട്, ഒന്ന് എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ ടിക്ക് വരും. ടിക്ക് വന്നതിന് ശേഷം ഒന്ന് എക്സിറ്റ് അടിച്ചാൽ അതിലേക്ക് നമ്മൾ ഓക്കെ ആയി പോകും, ഓപ്പൺ ആയി പോകും. ഇത്രയൊരു ഗ്രാഫ് പോലെ നമ്മുടെ ആ ഒരു ലോഡ് കാണാൻ പറ്റും. ഓക്കെ, ഓക്കെ, നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ കൂടി പോകുന്നത് കാണാൻ പറ്റും. ഇതാ അവിടെ കൂടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ്. ഇനി ബാക്ക് അടിക്കുക. നെക്സ്റ്റ് ഗ്രാഫ് നമ്മളെ കൂളൻ്റ് ടെമ്പറേച്ചർ കാണാനുള്ളതാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എക്സിറ്റ് അടിക്കുക. എക്സിറ്റ് അടിക്കുമ്പോൾ ഓക്കെ ആവുകയാണ്, അതായത് ആ ഒരു ഗ്രാഫ് അവിടെ വരികയാണ് ചെയ്യുക. ഓക്കെ, ഇനി കുറച്ച് നേരം നമുക്കൊന്ന് ആക്സിലേറ്റർ കൊടുത്ത് നോക്കാം. ഓക്കെ, അവിടെ കറക്റ്റ് രീതിയിലുള്ള ഗ്രാഫ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മളെ ആ ഒരു കൂളൻ്റ് ടെമ്പറേച്ചറിൻ്റെ ഗ്രാഫ്. എക്സിറ്റ് അടിക്കാം. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് ഇത്തരത്തിൽ ഒരുപാടുണ്ട് കേട്ടോ. ഓരോന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമ്മളെ വീഡിയോ ഒത്തിരി ലെങ്തി ആവും. ഇൻടേക്ക് മാനിഫോൾഡ് അബ്സല്യൂട്ട് പ്രഷർ സെൻസർ, പ്രഷർ. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം ഗ്രാഫിക്കലി. ആ ഗ്രാഫ് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നതിനനുസരിച്ച് കൂടുന്നതിന് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ആക്സിലേറ്റർ തന്നെ കൊടുക്കുന്നതിനനുസരിച്ച് അങ്ങനെ കൂടി വരാം കേട്ടോ. ഓക്കെ, അങ്ങനെ അവിടെ കൂടി വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ്. ഇനി ഇതും ബാക്ക് അടിക്കാം. നമുക്ക് എക്സിറ്റ് അടിച്ചിട്ട് അടുത്തത് നോക്കാം. നമുക്ക് എൻജിൻ RPM കാണാൻ പറ്റും. എൻജിൻ RPM ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം. എൻ്റർ ചെയ്യുക, ഇവിടെ ടിക്ക് മാർക്ക് വരും. എക്സിറ്റ് അടിക്കുക. എക്സിറ്റ് അടിക്കുമ്പോൾ ഓക്കെ ആവുകയാണ് ചെയ്യുക. ഓക്കെ, ഗ്രാഫ് വന്നു. ഇനി RPM നിങ്ങൾക്ക് കറക്റ്റ് ഇവിടെ കാണാൻ പറ്റും. എൻജിൻ RPM അങ്ങനെ ആ ഒരു ഇത് വരുന്നത്. എൻജിൻ RPMൻ്റെ ആ ഒരു ഗ്രാഫ് കറക്റ്റ് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഒന്ന് RPM കൂട്ടി നോക്കട്ടെ. താഴേക്ക് നോക്കുക. ഇപ്പോൾ കിടക്കുന്ന ഒരു 900, 800 ആ റേഞ്ചിൽ ഇങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കാം RPM. RPM ഇവിടെ കൂടുന്നത് കാണാൻ പറ്റും. സത്യം പറഞ്ഞാൽ RPM മീറ്റർ ഇല്ലാത്ത ഈ ഒരു വണ്ടിക്ക് നമുക്ക് RPM ഇതിലൂടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതുപോലെ നമുക്ക് RPM കൂടി വരുന്നത് കാണാം. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നതിനനുസരിച്ച് RPM അങ്ങനെ കൂടുന്നുണ്ട്. ഗ്രാഫിക്കലി നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഗ്രാഫിക്കലി നമുക്ക് RPM കാണാം. ജസ്റ്റ് ബാക്ക് അടിക്കാം. ഓക്കെ, ഇതുപോലെ ഒരു സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ, ഒരു ബസർ സൗണ്ട് ഉണ്ട് ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്തൊക്കെ. ഇനി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ, ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഓരോന്ന് നമ്മൾ കാണിച്ചു തരുമ്പോഴത്തേനും ഒത്തിരി ടൈം എടുക്കും. ഓക്സിജൻ സെൻസർ ഔട്ട്പുട്ട് വോൾട്ടേജ്, ഓരോന്നിൻ്റെ വോൾട്ടേജ് എത്ര കറക്റ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെ വോൾട്ടേജ് കറക്റ്റ് നിങ്ങൾക്ക് കാണാം, എത്ര വോൾട്ടാന്നുള്ളത് താഴെ കൊടുത്തിട്ടുണ്ട്. അതും ഗ്രാഫ് രീതിയിൽ അവിടെ കാണാൻ പറ്റും.
ഒത്തിരി ഓപ്ഷൻസ് നമുക്ക് ഗ്രാഫ് രീതിയിൽ ഈ ഒരു വാഹനത്തിൽ കാണാം. അതുപോലെ തന്നെ സ്കാൻ ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ OBD ഡയഗ്നോസ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ സ്കാനിങ്, റീഡ് കോഡുകൾ, അതുപോലെ തന്നെ ഫാൾട്ട് കോഡ്, എറർ കോഡുകൾ, പെൻഡിങ് കോഡുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്തതായിട്ട് വരുന്നത് DTC ലുക്കപ്പ് എന്നുള്ളൊരു ഓപ്ഷനാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ആ റേഞ്ച് കാര്യങ്ങളൊക്കെ ഫസ്റ്റ് സെക്കൻഡ് ആ റേഞ്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ബാക്ക് അടിക്കാം. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് എൻഡറിങ് സിസ്റ്റം എന്ന് എഴുതി കാണിക്കുന്നുണ്ട് മേലെ. ഓക്കെ, ഇതിൽ കാണിക്കുന്ന ഇപ്പോൾ ഒരു ബോക്സ് പോലെയാണ്, അതായത് ഒരുപാട് ഓപ്ഷനുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്സിജൻ സെൻസർ, ഹീറ്റർ, മോണിറ്റർ, ഓക്സിജൻ സെൻസർ, മോണിറ്റർ ഉണ്ടോ, ഈ ഒരു വാഹനത്തിലുള്ള സംഗതികൾ ഏതൊക്കെയാണെന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. ബാക്ക് അടിക്കാം. ഇനി നമുക്ക് ടൂൾ സെറ്റപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ടൂൾ സെറ്റപ്പ് ക്ലിക്ക് ചെയ്താൽ നേരത്തെ നമ്മൾ എൻജിൻ കൂളൻ്റ് ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷനുണ്ട്. ഇപ്പോൾ കൂളൻ്റ് ടെമ്പറേച്ചറൊക്കെ നമുക്ക് ഫാരൻഹീറ്റിലാണ് കാണിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇത്തരത്തിൽ ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റാൻ പറ്റും ടെമ്പറേച്ചർ. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എഫ് എന്ന് വന്ന് കാണാൻ പറ്റും. ഫാരൻഹീറ്റ് ആയി ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ മാറ്റാൻ പറ്റും. പിന്നെ അതിനുള്ള ലാംഗ്വേജ് സെറ്റ് ചെയ്യാൻ, ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുകളാണ് ഇവിടെ കാണുന്നത്. ഒത്തിരി ലാംഗ്വേജിൽ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ബാക്ക് അടിക്കാം. ഇനിയുള്ളത് ഹെൽപ്പിൻ്റെ ഓപ്ഷനാണ്. എന്തെങ്കിലും നമുക്ക് അറിയാത്തത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമുക്ക് ഈ ഒരു OBD2 കണക്ടറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഇത് ഡിസ്കണക്ട് ചെയ്യൽ എങ്ങനെ നോക്കാം. ഡിസ്കണക്ട് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ഇഗ്നിഷൻ ഓഫ് ചെയ്യുക. ഇഗ്നിഷൻ ഓഫ് ചെയ്ത ശേഷം ആ ഒരു കപ്ലർ റിമൂവ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളുടെ ഡിസ്പ്ലേ ഇവിടെ ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് നമ്മൾ ഈ ഒരു OBD കണക്ടർ വെച്ചിട്ട് എങ്ങനെ സ്കാൻ ചെയ്യാമെന്നുള്ള ജസ്റ്റ് ഒരു ചെറിയൊരു ബേസിക് വീഡിയോ ആണ് ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ ഒരു OBD2 സ്കാനർ വാങ്ങണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ, ആമസോണിലൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ലിങ്ക് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അറൗണ്ട് ഒരു 2000-ൻ്റെ മുകളിലായിട്ടാണ് നമുക്ക് റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വാങ്ങി നമുക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. വാഹനത്തിലെ കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.